നമസ്കാരം. ജാക്സൺ ഉപതിയത്. കേരളം സാമ്പത്തിക അടിയന്തരാവസ്ഥ വരാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് പലപ്പോഴും പറയാറുണ്ട്. അതിന്റെ പ്രധാന കാരണം നമ്മൾ ഒരുപാട് കടമെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഈ കടമെടുക്കുന്നതൊക്കെ കേന്ദ്രം എടുക്കുന്നുണ്ട്, മറ്റു സംസ്ഥാനങ്ങൾ എടുക്കുന്നുണ്ട്, അമേരിക്ക, റഷ്യ എല്ലാവരും കടമെടുക്കുന്ന ആളുകളാണ്. പിന്നെ എന്താണ് കേരളത്തിന്റെ കടത്തിന്റെ ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം. ഇപ്പൊ തമിഴ്നാടോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കടമെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് ഈ കടമെടുക്കുന്നതിൽ കേരളത്തിനുള്ള പ്രത്യേകമായ പ്രശ്നം എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അതായത് നമ്മൾ 1984 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. എനിക്ക് 41 വയസ്സായി. അതായത് ഈ കടങ്ങൾക്കും 41 വയസ്സായി. അപ്പോൾ ഈ 84 മുതലുള്ള കടം നമുക്കുണ്ട്. ഈ കടം എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു കോർപ്പറേഷനോ പഞ്ചായത്തോ കടം മേടിച്ചൊരു തുക വെച്ചിട്ട് അവരൊരു ബിൽഡിംഗ് പണിയുന്നു. അതിൽ നിന്ന് സ്ഥിര വരുമാനം ഉണ്ടാവും. ഇത് തനത് വരുമാനങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഇപ്പൊ ഒരു സ്മാർട്ട് സിറ്റി ഒരു പ്രൊജക്ട് വരുമ്പോ, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ, ഇപ്പോ മെട്രോ തുടങ്ങുമ്പോ, KSRTC തുടങ്ങുമ്പോൾ, ഇങ്ങനത്തെ ഓരോ പദ്ധതികൾ തുടങ്ങുമ്പോഴും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുകയും അതിൽ നിന്നൊരു വരുമാനം സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ, തനത് വരുമാനങ്ങളിലെ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ലോണുകൾ അടച്ചു തീർക്കാൻ പറ്റും, അതിന്റെ പലിശ അടയ്ക്കാൻ പറ്റും. പക്ഷെ കേരളം ചെയ്യുന്നത്, ഇവിടെയാണ് അതിൽ ഏറ്റവും കൂടുതൽ അപകടകരമായ സംഭവം ഉള്ളത്. കേരളം ചെയ്യുന്നത് ഇത് എടുത്തിട്ട് ഇത് ശമ്പളവും പെൻഷനുമായിട്ട് കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു രൂപ പോലും തിരിച്ചു വരാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് കടം കയറി മുടിയുക എന്ന് പറയുന്ന അവസ്ഥയിലാണ് കേരളം ഈ തുകയെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു റോഡ് പണിയുമ്പോൾ, അല്ലെങ്കിൽ ആ റോഡ് കൊണ്ട് ഉപകാരമുണ്ട്. എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട അവിടെയുള്ള ബിസിനസ്സുകൾക്ക് വികസനം കാര്യങ്ങൾക്കൊക്കെ വരികയാണെങ്കിൽ, അവിടെയുള്ള തൊഴിലുകൾ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നികുതികൾ കിട്ടും. ബിസിനസ്സുകൾ തുടങ്ങുകയാണെങ്കിൽ നികുതികൾ കിട്ടും. ഇപ്പൊ നമ്മൾ ഒരുപാട് സംവിധാനങ്ങളിൽ നിന്ന് കണക്റ്റഡ് ആയിട്ട് നമുക്ക് വരുമാനങ്ങൾ കിട്ടും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ഈ തുകകൾ ഒന്നും തന്നെ അത്തരത്തിലല്ല ഉപയോഗിക്കപ്പെടുന്നത്. ഇത് മുഴുവൻ ശമ്പളവും പെൻഷനുമാണ്. ഇപ്പൊ നമ്മളൊരു ആദിവാസികളുടെ ഒരു പ്രൊജക്ട് വരികയാണെങ്കിൽ, ആ പ്രൊജക്റ്റില് അതിന്റെ ശമ്പളവും പെൻഷനും കൊടുക്കാനായിട്ട് ആ തുക ഉപയോഗിക്കുന്ന തലത്തിലാണ് ഇപ്പൊ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് വകയിരുത്താണ്, നമ്മൾ കടം മേടിക്കുകയാണ്. അപ്പൊ 100 കോടി രൂപ വിദ്യാഭ്യാസത്തിന് നമ്മൾ കടം മേടിച്ചിട്ട് ആ കടം മേടിച്ച തുകയിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാവുന്ന ഒരു പദ്ധതിയും ചെയ്യാതെ അവിടെയുള്ള ടീച്ചർമാർക്കും മാഷുമാർക്കും ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ആ തുക ഉപയോഗിച്ചാൽ അത് തീർന്നു പോയി. അതൊരിക്കലും തിരിച്ചു വരില്ല. ഒരു രൂപ പോലും തിരിച്ചു വരില്ല. ഇത്തരത്തില് ഒരു ബിസിനസ് നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുന്നില്ല. അതിനു പകരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ അന്തസ്സായിട്ട് കടത്തിന് മേലെ കടം കൂട്ടുകയാണ്. ഇത് നാശത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ വോട്ടർ തയ്യാറാവണം. താങ്ക് യു.